വളരെ പ്രിയമുള്ള നിലമ്പൂരിലെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഏറ്റുവാങ്ങി സർവശക്തനായ ദൈവത്തിൻ്റെ സഹായത്തിൽ നോമിനേഷൻ, അതിൻ്റെ വെരിഫിക്കേഷൻ, സ്ക്രൂട്ടിനി കഴിഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്രൂവൽ കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ചിഹ്നം പിൻവലിക്കുന്ന ദിവസം അടുത്ത 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് നാമനിർദ്ദേശം പിൻവലിക്കാനുള്ളത്. ആ പിൻവലിച്ചതിന് ശേഷമേ ചിഹ്നം കിട്ടുകയുള്ളൂ. ചിഹ്നം കിട്ടുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാരോട് സൂചിപ്പിക്കാൻ കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇന്ന് നോമിനേഷൻ പത്രിക സ്ക്രൂട്ടിനി നടക്കുന്ന സമയത്ത് ഉണ്ടായൊരു സംഭവം, ഇന്നലെ അപ്രത്യക്ഷമായി ഒരു പുതിയ അൻവർ സാദത്ത്, എൻ്റെ ഒരു ഡെമ്മി അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്യൂപ്പ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്നത് പിൻവലിക്കുമോ, സ്ക്രൂട്ടിനിയിൽ അവർ പങ്കെടുക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയുമായിരുന്നില്ല. പക്ഷെ അവർ പങ്കെടുക്കുകയും ഒരു സ്ഥാനാർത്ഥിയായി ചുങ്കത്തറ പഞ്ചായത്തിലെ ഒരു കോൺഗ്രസിൻ്റെ നേതാവും അരിയാടൻ ഷൗക്കത്തിൻ്റെ സന്തത സഹചാരിയുമായ ഒരു അൻവർ സാദത്ത് അവിടെ ഡെമ്മി ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇത് സൂചിപ്പിച്ചതാണ്. നേർക്കുനേരെ രാഷ്ട്രീയം പറഞ്ഞും പൊതു വിഷയങ്ങൾ പറഞ്ഞും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്, ആ പരാജയ ഭീതിയാണ് ഇതിന് കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ പേരും മുഖവും ചിഹ്നവും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ആദ്യമായി ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ആയിരുന്നു നോമിനേഷൻ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പ്രകടനമായി പോയതായിരുന്നു. ഈ പ്രകടനത്തിൽ ഉപയോഗിച്ചിരുന്ന കൊടികളും ചില ബോർഡുകളുമൊക്കെ ഓഫീസിൻ്റെ പുറത്ത് സൂക്ഷിച്ചു വച്ചിരുന്നത്, ഇരുട്ടത്ത് ഏതോ ഛിദ്രശക്തികൾ അത് എടുത്തുകൊണ്ടുപോയി ഏതോ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ വീഡിയോ എടുത്ത് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹീനമായ, നീചമായ ഒരു പ്രവർത്തനമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളാണ് എൻ്റെ മറുഭാഗത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരായാലും. അത് ഈ പറയുന്ന അരിയാടൻ ഷൗക്കത്തിൻ്റെ വകയാണെന്നോ അല്ലെങ്കിൽ സ്വരാജിൻ്റെ വകയാണെന്നോ എനിക്ക് ഇപ്പോൾ ഇത് പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ പുറകിൽ സൈഡിൽ സൂക്ഷിച്ചിരുന്ന ഈ പറയുന്ന കൊടികളും ബോർഡുകളുമൊക്കെ പുറത്ത് വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കുന്ന ഈ രീതി ആരായിരുന്നാലും അവരും പരാജയ ഭീതിയിലാണ്. ഇങ്ങനെ ജനങ്ങളെ ഓരോന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഇതിന് കൂടെ ഞാൻ നിങ്ങൾക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഈ പറയുന്ന നമ്മുടെ അപരനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹപൂർവ്വം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.